ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 13. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ശ്രീഹരേ നമഃ. ദേഹിന ജീവന്, ആസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ, യഥാ എപ്രകാരമാണോ, കൗമാരം യൗവനം ജരാ ബാല്യം യുവത്വം വാർദ്ധക്യം എന്നിവ, തഥാ അതുപോലെ തന്നെ ദേഹാന്തരപ്രാപ്തി ഈ ദേഹം വിട്ട് അന്യദേഹം കൈക്കൊള്ളുക എന്ന ജനനവും സംഭവിക്കുന്നു. ധീര ധീരൻ, തത്ര അതിൽ, ന മുഹ്യതി മോഹിക്കുന്നില്ല. ശരീരത്തിനുള്ളിൽ നീ വസിക്കുന്ന ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം അത് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമചിത്തതയുള്ള ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവുന്നില്ല. ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ജീവാത്മാവ് മരണശേഷം പുതിയ ഒരു ശരീരമെടുക്കുന്നു. അടുത്ത ജന്മത്തിൽ അത് തീർച്ചയായും ആത്മീയമോ ഭൗതികമോ ആയ മറ്റൊരു ശരീരവും ഉണ്ടാകും. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി വിലപിക്കേണ്ട കാര്യമില്ല. പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊണ്ടവയെ അവർക്ക് സ്വീകരിക്കാനാവും. അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ദേഹിക്ക് ഈ ദേഹത്തിൽ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ദേഹമല്ലാതെ ദേഹിക്ക് വേറെയും ദേഹങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഈ വക കാര്യങ്ങൾ പരമസത്യങ്ങളായതുകൊണ്ട് തന്നെ പാർത്ഥന്റെ ആവശ്യമില്ലാത്ത വിലാപത്തിന് അർത്ഥമില്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഉപദേശിക്കുന്നു. ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുകയാണ്. ദേഹത്തിൻ്റെയും ദേഹിയുടെയും സ്വരൂപം മനസ്സിലായി. ദേഹം നിമിത്തം നിരന്തര പരിണാമിയും ദേഹി നിരപേക്ഷമായ വസ്തു സത്യവുമാണെന്നാൽ തന്നെയും ദേഹത്തിൻ്റെ പരിണാമ ഘടകങ്ങൾ ദേഹിയെ ദുഃഖിപ്പിക്കുന്നതായി കാണുന്നതിന് പോംവഴി ഭഗവാൻ ഈ ചോദ്യത്തിന് മറുപടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേനിജി എഴുതിയ ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന ശ്രീഹരിഗീത ബുക്കിലെ ശ്ലോകങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നു. ആത്മാവു ശരീരമേറി ബാല്യാവസ്ഥ പ്രാപിക്കുന്നു. യുവാവായി യഥാകാലം വൃദ്ധനാകുന്നു. മറ്റൊരു ശരീരം തേടും ആത്മാവു മരണ നേരം. സ്ഥിരചിത്തൻ ഇവകളിൽ ഭ്രമിക്കയില്ല. ശ്രീഹരേ നമഃ. ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.